ചിലപ്പോൾ ചിലരെത്താറുണ്ട്. അവരുടെ രോഗങ്ങൾക്ക് പിന്നിൽ സംശയം തോന്നും. മനസ്സിൻ്റെ നില എന്നോ ചെയ്തു പോയ തെറ്റിൽ ഉരുകി ഉരുകി പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ആരോ തന്നോട് ചെയ്ത തെറ്റിലും താൻ ഉരുകി ജീവിക്കുന്നവരുണ്ട്. വല്ല കാര്യമുണ്ടോ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെ അനുഭവിക്കുകയാണ്, ദുരിതത്തിലാണ്. താൻ എന്നോ ചെയ്തൊരു തെറ്റിൽ അതറിഞ്ഞുകൊണ്ടാവാം, അറിയാതെയുമാവാം. ശിക്ഷയുണ്ടാകുമോ, അപകടത്തിലാകുമോ, തൻ്റെ ജീവിതം തകരുമോ എന്നറിയാതെ ഭയന്ന് ജീവിക്കുന്നവരും ധാരാളമുണ്ട്. കുറ്റവും ശിക്ഷയും മുൻകാലങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളത് അതായിരുന്നു ഒരു രീതി. ഇന്നിപ്പോൾ ക്ഷമിക്കുക എന്നുള്ളതല്ല, കുത്തിക്കൊല്ലുക, ഇല്ല എങ്കിൽ പകരം ചെയ്യുക, പ്രതികാരം ചെയ്യുക, കേസ് കൊടുക്കുക, കോടതിയിലിട്ട് നടത്തിക്കുക, ജയിലിലാക്കുക. ഇങ്ങനെയൊരു ദുർവാശിയിലേക്ക് വന്നിട്ടുള്ള ഒരു ഭീകരതയാണ് കുറ്റത്തിൻ്റെയും ശിക്ഷയുടെയും മുന്നിൽ സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റം. ഓരോ കേസും 3 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപയുടെ കോടികളുടെ കച്ചവട സാധ്യതയും തുറക്കുന്നത് കൊണ്ട് അതിനെ മത്സരിച്ച് കൂട്ടിയെടുപ്പിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ സമൂഹം, ഭരണം, നമ്മുടെ കോടതി സിസ്റ്റം എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കുക, പരസ്പരം സംസാരിച്ച് യോജിപ്പിലാകുക, രമ്യതയിലാകുക, സ്നേഹമാണ് പ്രധാനം, സഹകരണമാണ് വേണ്ടത്. അതെല്ലാം എല്ലാവരും വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഞാൻ അറിയാതെ ചെയ്ത തെറ്റുകളുണ്ട്, അറിഞ്ഞു ചെയ്തിട്ടുള്ള തെറ്റുകളുമുണ്ട്. ആരാണ് മനുഷ്യരിൽ തെറ്റ് ചെയ്യാത്തത്? മരണം നടന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് പള്ളിയിൽ ചില ചടങ്ങുകളുണ്ട്, സെമിത്തേരിയിൽ കുഴിച്ചിടും. ലത്തീൻ ചരമ ശുശ്രൂഷകളിൽ പാടുന്നൊരു പാട്ടുണ്ട്. പാപങ്ങളെല്ലാം നീയോർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീയോർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. ശരിയല്ലേ? ആരാണ് ജന്മനാ വിശുദ്ധനായി പാപങ്ങളൊന്നും ചെയ്യാതെ, തെറ്റു ചിന്തിക്കാതെ, തെറ്റ് പറയാതെ, തെറ്റ് ചെയ്യാതെ ഭൂമിയിലുള്ളത്? ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, ചെറുതാവാം, ഇടത്തരമാവാം, വലുതുമാവാം, പിടിക്കപ്പെട്ടിട്ടുണ്ടാവാം, പിടിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടാവാം. ഇങ്ങനെയുള്ള തലങ്ങളിലില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണിച്ചു തരാൻ സാധിക്കുമോ? ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതിൽ ക്ഷമിക്കാവുന്നതിൽ ക്ഷമിച്ചും പറയാനുള്ളത് പറഞ്ഞു തീർത്തും രമ്യതയിലായി പോകുക, അങ്ങനെ ഒരു സമൂഹം ഉണ്ടാകുക എന്നുള്ളതും ആരോഗ്യ ജീവിതത്തിന്, ആരോഗ്യ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. കുരിശുമണി പള്ളിയിൽ കൊട്ടുമ്പോൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന കഴിഞ്ഞാലേ കഞ്ഞി കിട്ടത്തുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. അതിങ്ങനെ പ്രാർത്ഥിക്കും, കഞ്ഞി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, അടി കിട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. തിരിച്ചറിഞ്ഞല്ല അന്ന് പ്രാർത്ഥിച്ചിരുന്നത്. അർത്ഥം ആഴത്തിലറിഞ്ഞല്ല പ്രാർത്ഥിച്ചിരുന്നത്. ആ പ്രാർത്ഥന അന്തരാളങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നില്ല. അങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് മാത്രമാണ് പ്രാർത്ഥന, അല്ലാതെ ചുണ്ടിൽ മാത്രമുള്ളത് പ്രാർത്ഥനയല്ല. ഏറ്റവും തീവ്രമായ നമ്മുടെ ആഗ്രഹം അതാണ് പ്രാർത്ഥന. അത് നമ്മുടെ ഓരോ കോശത്തിലും രജിസ്റ്റർ ചെയ്യണം, എന്നും ചെയ്യണം. കാരണം ഓരോ ദിവസവും കോടിക്കണക്കിന് കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ പുതുതായിട്ട് വരികയാണ്. അവയ്ക്കും മനസ്സിലാവണം എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്.
അപ്പം ആ പ്രാർത്ഥന ലോകത്ത് എൻ്റെ ഒരഭിപ്രായത്തിൽ ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന ഇതാണ്. എല്ലാ ജാതി മതസ്ഥരും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇതെന്ന് ഞാൻ പറയും. അതിലെ ഈ ഭാഗമാണ് ഞാൻ പിന്നീട് ആഴം മനസ്സിലാക്കിയത്. ഞങ്ങളോട് ചെയ്യുന്ന തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ആരും ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ അവർ ഞങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ മാത്രം നീ ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി, അതുപോലെ ക്ഷമിക്കണേ എന്നറിഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല. ഈ പ്രാർത്ഥനയെ എത്ര ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ലോകത്തെ ചരിത്ര മുഹൂർത്തങ്ങളിൽ ഏറ്റവും സുന്ദരമായൊരു മുഹൂർത്തം കൂടെ ഞാൻ പറയാം. മഗ്ദലേന മറിയത്തെ സമൂഹം കല്ലെറിഞ്ഞു കൊല്ലാൻ നിൽക്കുകയാണ്. അവൾ വേശ്യയാണ്. ഏകപക്ഷീയമായി വേശ്യ ഉണ്ടാവില്ലല്ലോ. വേശ്യരാണ് കൂടെ ഉണ്ടാകുക. ഒരു വേശ്യ ഉണ്ടെങ്കിൽ അനവധി വേശ്യരുണ്ടാവണം. പക്ഷെ അവർക്ക് കല്ലേറില്ല, അവരും കല്ലെറിയാൻ കൂടും. അങ്ങനെ വേശ്യയെ കല്ലെറിഞ്ഞു കൊല്ലാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ക്രിസ്തു ആ വഴി വരുന്നത്. അവരിലൊരു കുടില ബുദ്ധിക്കാരൻ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലുകയല്ലേ, അതല്ലേ നിയമം. കല്ലെറിഞ്ഞു കൊല്ലണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിലവിലുള്ള നിയമത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടും, ശിക്ഷിക്കപ്പെടും. കൊന്നോളാൻ പറഞ്ഞാൽ ഇവൻ ഈ പറയണ വിപ്ലവമൊന്നുമല്ല, ഇത് കണ്ടില്ലേ എന്ന് പറയാൻ സാധിക്കും. അവിടെ ക്രിസ്തു നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. ഒരു നിമിഷം ഒരു ഞടുക്കമാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. ആരും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ കല്ലെറിയാൻ. ആരുടെയും കൈകൾ ഉയർന്നില്ല. എല്ലാവരുടെയും മനസ്സ് തളർന്നതുപോലെ കൈകളും തളർന്നു. കല്ലുകൾ താഴെയിട്ട് നിശബ്ദമായി പിരിഞ്ഞു പോകുന്ന ആ ആൾക്കൂട്ടം. ലോകത്ത് സ്ത്രീക്ക് അത്യസാധാരണമായ കരുത്ത് നൽകുന്ന ചരിത്ര മുഹൂർത്തങ്ങളിലൊന്നാണത്. വഴി തെറ്റിയവരെ, തെറ്റ് ചെയ്യുന്നവരെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നതിന് ക്രിസ്തുദേവനിൽ നിന്ന്, ശ്രീ ബുദ്ധദേവനിൽ നിന്ന്, നബി തിരുമേനിയിൽ നിന്ന്, മഹാത്മാഗാന്ധിയിൽ നിന്ന്, ശ്രീനാരായണ ഗുരുവിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് സാധിക്കണം. കുറ്റവും ശിക്ഷയും രാജാവ്, ഏകാധിപതിയായ രാജാവ്, അല്ലെങ്കിൽ ലോകത്തുണ്ടായിട്ടുള്ള ക്രൂരന്മാരായ ഏകാധിപതികൾ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന രീതിയിൽ കുറ്റത്തിന് ശിക്ഷ കാണാം. ജനാധിപത്യ രീതിയിൽ പ്രതിക്ക് പറയാനുള്ളതെല്ലാം പറയാൻ അനുവദിച്ച്, ഹാജരാക്കാനുള്ളതെല്ലാം ഹാജരാക്കാൻ അനുവദിച്ച്, തെളിവുകൾ കൊണ്ടുവരാനുള്ളതെല്ലാം കൊണ്ടുവന്ന് മാസങ്ങളെടുത്ത് വിചാരണ നടത്തി തെളിവുകൾ അതിനെ അടിസ്ഥാനമാക്കി ശിക്ഷ വിധിക്കാം. സുഹൃത്ത് തൻ്റെ സുഹൃത്തിനെ, അവൻ്റെ തെറ്റുകളെ ശിക്ഷിക്കുന്ന രീതിയിൽ അങ്ങനെയും ശിക്ഷയാവാം. തൻ്റെ ശത്രുവിനെ ശിക്ഷിക്കുന്നത് പോലുള്ള ശിക്ഷയാവാം. അമ്മ മകനെ ശിക്ഷിക്കുന്നതുമാകാം. അവിടെയും വിട്ടുവീഴ്ച ഉണ്ടാവാറില്ല. മകൻ നന്നായേ തീരൂ, അവൻ വഴിവിളച്ചു പോകരുത്. അതുകൊണ്ട് അമ്മ ശിക്ഷിക്കാതിരിക്കുന്നില്ല. സ്നേഹത്തെ നിറച്ചു വെച്ച്, ഉള്ളിൽ വെച്ച് വേദനിച്ചുകൊണ്ടാണെങ്കിലും തൻ്റെ മകന് ശിക്ഷ കൊടുക്കും. സ്നേഹത്തിൻ്റെ വേദനയുടെ ശിക്ഷയുണ്ട്. ആ ശിക്ഷയാണ് നമുക്ക് വേണ്ടത്. ഗുരുതരമായ തെറ്റുകൾ അത് രാഷ്ട്രം വിചാരണ ചെയ്യട്ടെ. ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. പക്ഷെ അതല്ലാതെ ക്ഷമിക്കാൻ കഴിയുന്നത്, പൊറുക്കാൻ കഴിയുന്നത്, ഒത്തുതീർപ്പിലെത്താൻ കഴിയുന്നത്, രമ്യതയിലെത്താൻ കഴിയുന്നത്
പരസ്പര സ്നേഹത്തിലേക്ക് തിരികെ വരാൻ കഴിയുന്നതെല്ലാം അങ്ങനെ തന്നെ വരേണ്ടതുണ്ട്. അതോടെ നമ്മളുടെ മനസ്സ് പ്രതികാരത്തിൻ്റെ ചിന്തയിൽ നിന്ന് മാറി സ്നേഹത്തിലേക്ക് വീഴുമ്പോൾ ആ ശരീരത്തിലുണ്ടാകുന്ന രാസമാറ്റങ്ങൾ, ഹോർമോൺ ചേഞ്ചുകളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ഇന്ന് ശരിയെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ നാളെ തെറ്റായിപ്പോയെന്ന് വരാം, തെറ്റായി എന്ന് തെളിഞ്ഞു എന്ന് വരാം, തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിൽ തെറ്റായി ചെയ്തു പോകാം. ഒരു വികാരത്തളവിൽ തെറ്റ് ചെയ്യാം, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതിയും തെറ്റ് ചെയ്യാം, കണ്ടുപിടിക്കപ്പെടില്ല എന്ന് കരുതി തെറ്റ് ചെയ്യാം, മനഃപൂർവ്വം തെറ്റ് ചെയ്യാം, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തൻ്റെ താല്പര്യം കൊണ്ട് തെറ്റ് ചെയ്യാം. തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു പ്രേരണയിൽ, ഉൾപ്രേരണയിൽ തെറ്റ് ചെയ്തു പോവാം. അതിൽ നിന്നെല്ലാം മോചനം നേടാനുള്ള നിരന്തരമായ ശ്രമം നടത്താനും തട്ടാൻ്റെ മുന്നിലുള്ള ഉമികിയിൽ എരിഞ്ഞ് ശുദ്ധമായി തീരുന്ന സ്വർണം പോലെ തെറ്റുകൾ തിരുത്തി തെറ്റുകൾ ചെയ്യാതെ തൻ്റെ ജീവിതത്തെ ധന്യമാക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കേണ്ടതാണ്. അതിന് കൂട്ടായ സഹകരണം, സഹായങ്ങൾ പലർക്കും ആവശ്യമുണ്ടാകും. അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്യുന്നവരെ വെറുക്കരുത്, തെറ്റിനെയാണ് വെറുക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ അത് എഴുതണം. നമുക്കൊരു ചർച്ചയ്ക്ക് വിധേയമാക്കാം. കുറെ കൂടെ സ്നേഹസമ്പന്നമായ ഒരു നല്ല സമൂഹത്തിലേക്ക് മാറാൻ നമുക്ക് ആ ചിന്തകൾ ഉപകാരപ്രദമാവട്ടെ. കഴിയുന്നത്ര ഷെയർ ചെയ്യുക. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദിയോട് അനുബന്ധിച്ച് നമ്മളൊരു 3 ദിവസത്തെ പഠന ക്യാമ്പ് നടത്തുന്നത് ഞാൻ പറഞ്ഞിരുന്നു. നവംബർ 8, 9, 10 തീയതികളിലാണ് ക്യാമ്പ് നടക്കുക. ശിവഗിരി മഠത്തിൻ്റെ അധിപൻ സ്വാമി സച്ചിദാനന്ദ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. 9-ാം തീയതി രാവിലെ വൈക്കത്ത് സ്വാതന്ത്ര്യ സമര തീർത്ഥാടന യാത്ര നടക്കും. ഗാന്ധിജിയുടെ പൗത്രൻ തുഷാർ ഗാന്ധി ആ യാത്ര നയിക്കും. ഗാന്ധിമാർഗ വിഭാഗത്തിൻ്റെ തലവനും ലോകത്തെ പല പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെയും എമിറേറ്റ്സ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ MP മത്തായിയാണ് ക്യാമ്പിൻ്റെ ഡയറക്ടർ. പകയുടെ, ക്രോധത്തിൻ്റെ, പ്രതികാര വാഞ്ഛയുടെ തലത്തിൽ നിന്ന് മാറി എങ്ങനെയാണ് നമുക്ക് തെറ്റ് ചെയ്യുന്നവരെ കൂടെ തിരുത്തി എല്ലാവരും നല്ലവരാകുന്ന ഒരു സമൂഹത്തിലേക്ക് മുന്നേറാൻ സാധിക്കുക, ആ ഒരു പഠനം കൂടിയാണ് വൈക്കം സത്യാഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള നമ്മുടെ പഠന ക്യാമ്പുകളിൽ നടക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ തീർച്ചയായും ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കേണ്ടതാണ്. സാമൂഹ്യ തിന്മകൾക്കെതിരെ, വ്യക്തിപരമായി നേരിടുന്ന തിന്മകൾക്കെതിരെയും എങ്ങനെ പ്രതികരിക്കണം, ആരോഗ്യകരമായ പ്രതികരണങ്ങൾ എങ്ങനെയാണ്, അതാണ് ക്യാമ്പിൻ്റെ മുഖ്യ വിഷയം. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, സ്വാതന്ത്ര്യ സമര തീർത്ഥാടന യാത്രയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9496044500 എൻ്റെ നമ്പർ തന്നെയാണ്. നമുക്ക് ഒരു തുടർ പരിപാടിയായി സാമൂഹ്യ പരിവർത്തനം വീണ്ടും സാധ്യമാകുന്ന, നവോത്ഥാനം സാധ്യമാകുന്ന ഒരു പ്രവർത്തന മേഖലയായി വൈക്കത്തെ തിരഞ്ഞെടുക്കാം. തീർച്ചയായും പ്രകൃതി ജീവനവും നമ്മുടെ ക്യാമ്പിലെ ഒരു വിഷയമാകും. പ്രകൃതി ജീവന ക്യാമ്പുകളും നമുക്ക് തുടർച്ചയായി തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തും നടത്തേണ്ടതുണ്ട്. നിങ്ങളേവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു.